എന്തു പറ്റി? നിവിക്കുട്ടിയുടെ മുഖത്ത് ആകെ ഒരു തെളിച്ചം. രാത്രി കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് അഞ്ചു ചോദിച്ചത്. ആഫി ഉൾപ്പെടെ എല്ലാരും മുഖമയർത്തി അവളെ നിന്ന് നോക്കി. ശരിയാണ്, മുഖത്തെ കളിമയൊക്കെ മാറി നേർത്തൊരു ചിരിയുടെ ചോറ് വിളമ്പി എടുക്കുന്നുണ്ട് ആള്. എനിക്കിന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. എന്റെ ഏട്ടന്റെ ജീവിതത്തിൽ നിന്നൊരു ബാധ എന്നേക്കുമായി ഒഴിഞ്ഞു പോയല്ലോ. ഇനി നല്ലൊരു ഏട്ടത്തെ അമ്മയെ കണ്ടെത്തി കൊടുക്കണം എന്റെ ഏട്ടന്. പാവല്ലേ എന്റെ ഏട്ടൻ. എന്റെ ഏട്ടനും ഞാൻ കണ്ടുപിടിക്കുന്ന എന്റെ ഏട്ടത്തെ സന്തോഷത്തോടെ ജീവിക്കുന്നതൊക്കെ ഒന്ന് ഓർത്തപ്പോൾ സന്തോഷം കൊണ്ട് എനിക്ക് ചിരി വന്നതാണ്. എല്ലാരെയും മാറി മാറി നോക്കി നിവി പറഞ്ഞു. എടി, അപ്പോ നീ രഞ്ജിച്ചേട്ടനെ കെട്ടിക്കാൻ പോവാണോ? ഇനി വരുന്ന പെണ്ണും നീ അങ്ങോട്ട് പോകുന്നത് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യും? കുഴച്ചെടുത്ത ചോറ് വായിലേക്ക് പോലും വെക്കാതെയാണ് അഞ്ചു ചോദിച്ചത്. എല്ലാരും ആ പെണ്ണെ പോലെയാണോ അഞ്ചുവേ? അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ജീവിക്കാൻ പറ്റോ? അല്ലെങ്കിലും രഞ്ജു ഇങ്ങനെ ഒറ്റയ്ക്ക് എത്ര നാൾ കഴിയുന്നാണ്? അപ്പോ ആ ശാരദ ചേച്ചി കൂടെ ഉള്ളതാണ് എല്ലാവർക്കും ഒരു ആശ്വാസം. അവനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ആവട്ടെ. അവനൊരു കുടുംബം ഉണ്ടായി കാണാൻ ഞാനും മഹാദേവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആത്മാർത്ഥമായി തന്നെയാണ് രാധിക പറഞ്ഞത്. എന്റെ ഏട്ടനെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന ഒരു പെണ്ണ്, എന്റെ ഏട്ടന് വേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറാകുന്ന ഒരാൾ, അങ്ങനെ ഒരാളാണ് എന്റെ മനസ്സിൽ. നടക്കും, എല്ലാം നടക്കും. ഇല്ലെങ്കിൽ നമ്മൾ നടത്തും. അല്ലട വേദുട്ടാ, നിന്റെ അങ്ങൾ നല്ലതല്ലേ വേദു? അപ്പോ ഏറ്റവും ബെസ്റ്റ് പെണ്ണ് തന്നെ കൊടുക്കണ്ട ആൾക്ക്? വേദുവിനെ നോക്കിയ ചെറുചീരിയോടെ നിവി തിരക്കി. അങ്കിൾ നല്ലതാണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്കിളല്ലേ. എനിക്ക് അങ്കിളിനെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. നല്ല ആന്റി കൊടുക്കാം നമുക്ക്, ഏറ്റവും നല്ല ആന്റിയെ. നിരഞ്ജനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചുണ്ടിലെ തെളിഞ്ഞ ചിരിക്ക് ഒപ്പം ആ കുഞ്ഞിക്കണ്ണുകൾ നക്ഷത്രം പോലെ മിനിഞ്ഞത് നിവി കണ്ടു. അതോടെ നിവിയുടെ ചുണ്ടിലും ഒരു ചിരി മിനി. ആ ചിരിയോടെ തന്നെ അവൾ അടുത്തിരുന്ന് കഴിക്കുന്ന ആര്യയെ നോക്കി. എവിടെ അവിടെ ഇവിടെ പറയുന്നൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. ഇന്ന് മുഴുവനും പട്ടിണി ഇരുന്നത് പോലെ ചോറ് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. നിവി ചുണ്ടെന്ന് പിളർത്തിക്കൊണ്ട് അബിയെ നോക്കി. അവൻ എന്താണെന്ന പോലെ പുരികം ഒന്ന് ഉയർത്തിയും തിരക്കിയതും ഒന്നു വരുന്ന അച്ചുമൽ കൊണ്ട് കൂച്ചി നോട്ടം തന്റെ പ്ലേറ്റേക്കാക്കി നിവി. അടുക്കള ഒതുക്കി രാധിക കിടക്കാൻ വരുമ്പോഴും നിവിയും മഞ്ജുവും മാരിയും കൂടെ കഥ പറച്ചിലായിരുന്നു. വേദു അമ്മമ്മയുടെ റൂമിൽ കയറി ഉറക്കം പിടിച്ചിരുന്നു. പോയി കിടക്കാൻ നോക്കു പിള്ളേരെ, നേരെ എന്തായെന്ന് വല്ല വിചാരമുണ്ടോ? മുറിയിൽ കയറും മുൻപ് രാധിക ഒച്ച ഉയർത്തി. നാളെ ആർക്കും പോകണ്ടല്ലോ അമ്മ, ഞങ്ങൾ എത്തി കഴിഞ്ഞിരുന്നോളാം. അഞ്ചുവാണ് ദേ, എന്റെ കയ്യിൽ വാങ്ങാതെ മൂന്നും പോയി കിടക്കാൻ നോക്ക്. രാധിക കണ്ണൊട്ടിക്കൊണ്ട് പറയെ ആദ്യം മോടി മുറിയിൽ കയറിയത് നിവിയായിരുന്നു. എന്തു പറ്റി? 10 മണിക്ക് മുറിയിൽ കയറി. ഹെഡ് റെസ്റ്റിൽ ചാരി ഫോണിൽ തോണ്ടിയിരുന്ന അബി ചെറു ചിരിയോടെ തിരക്കി. ആന്റി വഴക്ക് പറഞ്ഞു വിട്ടതാണ്. ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിവി. ആര്? അമ്മയോ? അബി ചിരിച്ചു. പിന്നല്ലാതെ വേറെ ആര്? ആന്റിയുടെ കയ്യിൽ നിന്ന് കിട്ടണ്ടെങ്കിൽ പോയി കിടന്നോളാൻ പറഞ്ഞു മൂന്നാളോടും. ആന്റി തല്ലോ ജിത്തേട്ടനെ തല്ലിയിട്ടുണ്ടോ? അബിയുടെ മുന്നിലിരുന്ന് അവന്റെ താടിൽ പിടിച്ചെന്ന് ഓമനിച്ചുകൊണ്ടാണ് പെണ്ണിന്റെ ചോദ്യം. പിന്നെ ദേഷ്യം വന്ന നല്ല പേട വെച്ച് തരും. അവളുടെ മുഖത്തെ ചെറിയൊരു പേടി കാണേ അബി ഗൗരവത്തോടെ പറഞ്ഞു. എന്നാ പിന്നെ ഇനി രാത്രി ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞിരിക്കേണ്ടെന്ന് അഞ്ജുനോട് പറയണം. നിവി ആലോചനയോടെ പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നത്. അവൻ അവളെ പുഷ്പം പോലെ പൊക്കിയെടുത്ത് മടിയിലേക്ക് ഇരുത്തി. ജിത്തുട്ടാ. അബിയുടെ കുറ്റിത്താടിയിലും മീശയിലും ഒക്കെ കൈകൊണ്ട് മൃദുവായി ഉരസി ചെറു ചിരിയോടെ വിളിച്ചു നിവി. എന്താണ് ഏട്ടന്റെ കുഞ്ഞിക്കൊരു കള്ളത്തരം? അവളുടെ മിനുസമുള്ള കവളിൽ ചുണ്ടമർത്തിക്കൊണ്ട് അബി ചോദിച്ചു. കള്ളത്തരോ? എനിക്കോ? കണ്ണുകൾ കൂർപ്പിച്ച് അവനെ നോക്കി പെണ്ണ്. അതെ, ഏട്ടന്റെ കുഞ്ഞിക്ക് തന്നെ. അവളെ കവളിൽ മേലിൽ നിന്ന് കടിച്ചു നോക്കുന്നുണ്ട് അബി പറഞ്ഞു. അവന്റെ ആ പ്രവൃത്തിയിലൊന്ന് വിറച്ചു പോയി നിവി. അവനിലെ പിടുത്തമൊന്ന് മുറുകി. അവന്റെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചിരുന്ന അവളുടെ കാലുകൾ തമ്മിൽ പിണഞ്ഞു. നിവി. അവളുടെ കൈകളുടെയും കാലുകളുടെയും മുറുക്കത്തിലും നെഞ്ചിലമർന്ന ചുണ്ടിന്റെയും ചൂടിലും ദേഹമൊന്ന് തരിച്ചുണർന്ന അബി അവളെ ഞെരിച്ചമർത്തി നെഞ്ചോട് ചേർത്തുകൊണ്ട് വിളിച്ചു. അവനെ നോക്കാതെ നിന്ന് പിടഞ്ഞുകൊണ്ട് പെണ്ണെന്ന് മൂളുമ്പോൾ അബിയുടെ മനസ്സും ശരീരവും എന്തൊക്കെയോ മോഹിച്ചു തുടങ്ങിയിരുന്നു. നിവി. പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചുകൊണ്ടവൻ ആ മുഖമാകെ ചുംബിച്ചു. ഒടുവിൽ ചുണ്ടിലൊന്ന് മുത്തി മാറിയെങ്കിലും അടുത്ത നിമിഷം കീശുണ്ട് നാവ് കൊണ്ടൊന്ന് തഴുകി തലോടി മെല്ലെ നുഴഞ്ഞെടുത്ത് കൈകൾ അവളുടെ പിൻതലയിലും ഇടുപ്പിലുമായിട്ട് അമർന്നു. അവളിൽ നിന്നും വല്ലത് പിടപ്പുയർന്നപ്പോൾ ചുണ്ടിൽ നിന്നും മടർന്നു മാറി ആ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അബി. അപ്പം വലത് കൈ അവളുടെ ടോപ്പിനിടയിലൂടെ ആ വയറിൽ പരതി തുടങ്ങി. അവന്റെ കൈ എന്തോ തേടി അലയുമ്പോൾ ചുണ്ടുന്നാവും കഴുത്തിൽ ഒമ്മിനീർ പടത്തി ആഴത്തിൽ ഇഴഞ്ഞു. വിരൽ തേടി നടന്നത് കണ്ടെത്തി ആ ചുഴിക്കുള്ളിൽ ആഴ്ന്നിറങ്ങി. ആ നിമിഷം നിവിയുടെ പിടഞ്ഞു പോയ മൃദുലമായ ദേഹം അവന്റെ നെഞ്ചിൽ അമർന്നു. കൈകൾ അവന്റെ തലമുടിയെ കോർത്തു വലിച്ചു. നിവി. കഴുത്തിൽ നിന്ന് മുഖമുയർത്തിയവൻ എന്തിനുള്ള അനുവാദത്തിനെന്ന പോലെ അവളെ വിളിച്ചു. വിളി കേൾക്കുന്നതിന് പകരം നിവി അബിയുടെ കട്ടിമീശക്കിടിൽ ഒളിച്ചിരുന്ന നേർത്ത വയലറ്റ് നിറമുള്ള ചുണ്ടുകളിൽ ചുണ്ടൊന്ന് മുട്ടിച്ച് അമർത്തി വെച്ചു. പിന്നെ ശ്വാസം ഒന്ന് വലിച്ചു വിട്ടുകൊണ്ട് ആ ചുണ്ടുകൾ മൃദുവായി നുകർന്നു തുടങ്ങി. ആ പ്രവൃത്തി അബിയുടെ സകല നിയന്ത്രണവും നഷ്ടമാക്കി. അവന്റെ കൈകളാവട്ടെ അവളുടെ പൂവ് പോലെ മൃദുവായ ഉയർച്ച താഴ്ചകളിൽ അമർന്നു. അബിയുടെ ചുണ്ടിൽ നിന്നും നിവി നടന്നു മാറിയതും അവനവളെ ബെഡിലേക്ക് ചായച്ച കിടത്തി അവൾക്ക് മേലേക്ക് ചാഞ്ഞു. മോൻ എന്താ
ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്? നേരം ഒരുപാടായില്ലേ? കിടക്കുന്നില്ലേ? രാവിലെ കടയിലേക്ക് പോകേണ്ടതല്ലേ? ഉമ്മർത്ത് സോപാനം പടിയിൽ ആലോചനയോടെ ഇരിക്കുന്നവനെ കണ്ട് അടുക്കളപ്പണി ഒതുക്കി വന്ന ശാരദാമ്മ ചോദിച്ചു. ഒന്നുമില്ലമ്മ, ഉറക്കം വരുന്നില്ല. അപ്പൊ ഞാൻ വെറുതെ ഇവിടെ വന്നിരുന്നതാണ്. അവരെ നോക്കി കുഞ്ഞൊരു ചിരിയോടെ നിരഞ്ജൻ പറഞ്ഞു. നിവിമോള് ഇന്നിവിടെ നിൽക്കാമെന്ന് പറഞ്ഞതല്ലേ? മോനല്ലേ അതിന് തിരികെ പറഞ്ഞു വിട്ടത്? അതുണ്ടെങ്കിൽ നേരം പോകുന്നത് അറിയേയില്ല. നിരഞ്ജൻ വിഷമിച്ചിരിക്കുവാണോ എന്നൊരു തോന്നൽ ശാരദാമ്മ പറഞ്ഞു. ഞാൻ അവളെ അങ്ങനെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ശരിയാണോ അമ്മ? അവൾക്ക് അവിടെ ഒരു കുടുംബമില്ലേ? അപ്പിക്കും വേദമോൾക്കും അവളെ ഇവിടെ നിർത്തിപ്പോകാൻ മടിയാണ്. അത് അവളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ നിർബന്ധിച്ച് അവളെ പറഞ്ഞു വിട്ടത്. അതിന് എന്റെ കുഞ്ഞ് പോകാൻ നേരം എന്നോടൊന്ന് പിണങ്ങുകയും ചെയ്തു. അനിയത്തിയോടുള്ള അതിയായ സ്നേഹവും വാത്സല്യവും നിരഞ്ജന്റെ ഓരോ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ശാരദാമ്മ അറിഞ്ഞു. അമ്മയ്ക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ ഇവിടെ ഇരിക്കും, നമുക്ക് കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാം. മുമ്പ് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നപ്പോൾ രാത്രി ഇരിപ്പ് ഞങ്ങൾക്ക് പതിവായിരുന്നു. ചുണ്ടിൽ അപ്പോഴും പുഞ്ചിരിയോടെയാണ് നിരഞ്ജൻ പറയുന്നതെങ്കിലും നോട്ടം തെക്കേ തൊടിയിലാണെന്ന് ആ അമ്മ അറിഞ്ഞു. എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല കുഞ്ഞെ, അല്ലെങ്കിലും കുറെ വർഷങ്ങളായി ഉറക്കമൊക്കെ കുറവാണ്. പിന്നെ ഡോക്ടർ മോനാണ് വായിക്കാൻ പറഞ്ഞതും ഒരുപാട് ബുക്കുകളൊക്കെ എനിക്ക് വാങ്ങി തന്നതും. അങ്ങനെ കുറെ വായിച്ചിരിക്കുമ്പോൾ ഒന്നും ആലോചിച്ച് വിഷമിക്കാൻ നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വൈകലും അറിയാതെ ഉറക്കം വരും. നിരഞ്ജൻ ഇനിയും അച്ഛനെയും അമ്മയും ഓർത്ത് വിഷമിക്കരുത് എന്നൊരു ചിന്തയോടെ തന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കസാരയിലേക്ക് ഇരുന്ന് ശാരദാമ്മ. അമ്മയ്ക്ക് വായിക്കാൻ ബുക്ക് വേണമെങ്കിൽ അച്ഛന്റെ ബുക്സ് ഒരുപാട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതിൽ നിന്ന് എടുത്ത് വായിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വേറെ വാങ്ങുകയോ ചെയ്യാം. ഒരു ദിവസം നമുക്ക് പുറത്തൊക്കെ പോവാം കേട്ടോ, നിരഞ്ജൻ സ്നേഹത്തോടെ പറഞ്ഞു. വായിച്ചു തീരാത്ത ബുക്കുകൾ ഉണ്ട് മോനെ, അതൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് വാങ്ങിക്കാം. പറയുമ്പോൾ അവർക്കെന്തോ നിരഞ്ജനോട് വല്ലാത്ത വാത്സല്യം തോന്നി. അതൊക്കെ കഴിയുമ്പോ അമ്മ പറഞ്ഞാൽ മതി കേട്ടോ, നമുക്ക് പോയി വാങ്ങാം. നിരഞ്ജൻ പുഞ്ചിരിച്ചു. ശാരദാമ്മയും നിവിക്കുഞ്ഞേ തന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിക്കിടക്കുന്നവളെ ചെവിയിൽ ചുണ്ട് ചേർത്ത് വെച്ച് വിളിച്ചോബി. അവൾ മെല്ലെ എന്ന് മോളി. ഞാൻ ധൃതി കാണിച്ചെന്ന് തോന്നുന്നുണ്ടോ കുഞ്ഞിന്? അവളെ കാതിൽ ചുണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ അബി തിരക്കി. ഇല്ല, കുളിര് കോരിയതുപോലെ നേർത്തുനിന്ന് വിറച്ചുകൊണ്ട് നിവി പറഞ്ഞു. അപ്പൊ ഇഷ്ടായോ? അബി അവളുടെ മുഖം പിടിച്ച് ഉയർത്താൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. അയ്യേ, ഒന്നും മിണ്ടാതിരിക്കുക ചിത്തൂട്ടാ, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അവൾ മുഖം അവനെ നെഞ്ചിലേക്ക് തന്നെ ഒളിപ്പിച്ചുകൊണ്ട് പറയേ ഉള്ളം നിറഞ്ഞു തുളുമ്പുന്ന പ്രണയത്തോടെ അബി അവളെ നെഞ്ചിലേക്ക് ചേർത്തണച്ചു. വീണ്ടും വീണ്ടും അവനുള്ളിൽ അവളെ അറിയാനുള്ള കൊതി നിറഞ്ഞു. അവന്റെ കൈകൾക്ക് മുറുക്കം കൂടി. വിരലുകളും ചുണ്ടും നാവും ഒരിക്കൽ അറിഞ്ഞ രുചി തേടി വീണ്ടും അറിഞ്ഞു. അവളിലെ പെണ്ണിനെ ഒരിക്കൽ കൂടെ തൊട്ടറിഞ്ഞുകൊണ്ട് അവൾ തന്നെ തളർന്നു വീണു. അഭയം പ്രാപിക്കുമ്പോൾ സിരകളെ ത്രസിപ്പിക്കുന്ന ആ പ്രണയോന്മാദത്തിൽ നിന്ന് പുറത്തു കടക്കാൻ തനിക്കിനിയും ഒരിക്കലും ആവില്ലെന്ന് തോന്നി അബിക്ക്. അവൻ ആ കുഞ്ഞു ദേഹത്തെ മുറുക്കെ പുണർന്ന് ആ തൂനെറ്റിയിൽ ചുംബിച്ചു. നേരത്തെ സൂര്യപ്രകാശം ജനലിലൂടെ മുഖത്തടിച്ചപ്പോഴാണ് നിവി മേലെ കണ്ണുകൾ ചിമ്മി തുറന്നത്. കണ്ണുകൾ പൊളിക്കുന്നുണ്ടായിരുന്നു അവൾക്ക്. കണ്ണുകൾ വലിച്ചു തുറന്നവൾക്ക് തലേ രാത്രിയിലെ കാര്യങ്ങൾ ഓർമ്മ വന്നതും മെല്ലെ മുഖം ഒന്ന് ഉയർത്തി തന്നെ പൊതിഞ്ഞു പിടിച്ചു കിടക്കുന്നവനെ നാണത്തോടെ നോക്കി. കണ്ണുകൾ തുറന്നതിനെ ഉറ്റുനോക്കി നേർത്തൊരു ചിരിയോടെ കിടപ്പുണ്ടവൻ. അയ്യേ, നിവി ചമ്മലോടെ പറഞ്ഞിട്ട് കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കളഞ്ഞു. നിവിക്കുഞ്ഞേ ഇവിടെ നോക്കിക്കേ, ജിത്തുവേട്ടൻ ചോദിക്കട്ടെ, എന്റെ കുഞ്ഞിന് എന്തേലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോടാ? മുഖം താഴ്ത്തി അവളെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് അവി വല്ലാത്തൊരു ഇഷ്ടത്തോടെ തിരക്കി. എനിക്ക് കുഴപ്പമൊന്നുമില്ല ജിത്തേട്ടാ, പിന്നെ ഞാൻ കുഞ്ഞൊന്നുമല്ല. എപ്പോഴും എന്തിനാ കുഞ്ഞെന്ന് വിളിക്കുന്നത്? ആകെ മൊത്തം എന്തൊക്കെ അസ്വസ്ഥത തോന്നിയെങ്കിലും അവനോടത് പറഞ്ഞ് വിഷമിപ്പിക്കാൻ തോന്നാതെ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് പെണ്ണ് പറഞ്ഞു. തീരെ കുഞ്ഞൊന്നുമല്ലെന്ന് ജിത്തുവേട്ടൻ ഇന്നലെ മനസ്സിലായല്ലോ. അവളെ ഒന്നുകൂടെ നെഞ്ചിലേക്ക് ചേർത്ത് അമർത്തി ആ നഗ്നമായ മുതുകിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൻ കുറുമ്പോടെ പറഞ്ഞു. ശോ, ഈ ജിത്തുട്ടൻ എന്നെ വിട്ടേ, എനിക്ക് പോണം. നാടും കൊണ്ട് മുഖമൊന്ന് ഉയർത്താൻ പോലും മടിച്ചുകൊണ്ട് കിടന്ന കിടപ്പിൽ നിവി പറഞ്ഞു. എന്നാ പിന്നെ ജിത്തുട്ടന്റെ പൊന്ന് എഴുന്നേറ്റോ? അബി അവളിൽ നിന്നും അല്പം അടർന്ന് മാറിക്കൊണ്ട് പറഞ്ഞു. എഴുന്നേൽക്കാൻ ആഞ്ഞ നിവി നേരം കൊണ്ട് അബിയെ ചുറ്റിപ്പിടിച്ചു. അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കിടന്നു കളഞ്ഞു. എന്റെ കുഞ്ഞ് എഴുന്നേൽക്കുന്നില്ലേ? അവളെ തന്റെ മുഖത്തിന് നേരെ ഉയർത്തി കിടത്തിക്കൊണ്ട് അബി കുസൃതി ചിരിയോടെ ചോദിച്ചു. ജിത്തുവേട്ടാ, ആദ്യം ജിത്തുവേട്ടൻ എഴുന്നേറ്റ് പുറത്തേക്ക് പൊയ്ക്കോ, എന്നിട്ടേ ഞാൻ എഴുന്നേൽക്കൂ. തന്റെ കവളിൽ ഉരസി മാറിയ അവന്റെ ചുണ്ടുകളുടെ ചലനത്തിൽ ഒന്ന് പിടഞ്ഞെങ്കിലും നിവി പറഞ്ഞൊപ്പിച്ചു. ഞാൻ എന്തിനാ പോകുന്നേ? എനിക്കും പല്ല് തേക്കണം, കുളിക്കണം. അപ്പം നമുക്ക് ഒരുമിച്ച് കുളിക്കാം. അങ്ങനെയാകുമ്പോ സമയം വെള്ളവും ലാഭമാകും. അവളുടെ ചുണ്ടിൽ മെല്ലെ എന്ന് മുത്തിക്കൊണ്ടവൻ ചിരിയോടെ പറഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ട, അങ്ങോട്ട് എഴുന്നേറ്റ് പൊയ്ക്കോ. നിവി അവന്റെ കയ്യിൽ നിന്നും ഊർന്നു മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അത് വേണം എന്റെ ഏട്ടന്റെ കുഞ്ഞെ, ജിത്തുട്ടന് അതേ വേണ്ടു. പറഞ്ഞുകൊണ്ട് അവൻ അവളെ വിട്ട് എഴുന്നേറ്റു. നിവി ആ പുതപ്പാകെ വലിച്ച് തലയിലൂടെ മൂടിക്കിടന്ന് കളഞ്ഞു. അച്ചോടാ, ജിത്തുവേട്ടന്റെ കുഞ്ഞിനെ നാണാണോ? ഇനി ബാക്കിയുള്ള നാണം കൂടെ പോവാനുള്ള വഴിയാണ് ഇപ്പൊ ജിത്തുവേട്ടൻ പറഞ്ഞത്. ചിരിയോടെ പറഞ്ഞുകൊണ്ട്
അവളെ ആ പുതപ്പോടെ പൊതിഞ്ഞു തന്നെ കോരി എടുത്തുകൊണ്ട് അബി ബാത്റൂമിലേക്ക് കയറി. കുളിമുറിക്കുള്ളിലെ പ്രണയ സല്ലാപവും കുളിയുമൊക്കെ കഴിഞ്ഞിറങ്ങി വരുമ്പോൾ മണിക്കൂർ 1 കഴിഞ്ഞതും സമയം നോക്കിയ പല്ലവി വല്ലായ്മയുടെ അവനെ നോക്കി. മണി 8 ഞാൻ ഇന്ന് എങ്ങനെ പുറത്തേക്ക് ചെല്ലും? താമസിച്ചു പോയതിന് ആന്റി വഴക്ക് പറയും. ചെറിയൊരു പേരുടെ കണ്ണാടിയിൽ കാണുന്ന തന്റെ രൂപത്തിന് മാറ്റം വല്ലതും വന്നിട്ടുണ്ടെന്ന് ചാഞ്ഞും ചെരിഞ്ഞും നോക്കിക്കൊണ്ടവൾ അവനോട് തിരക്കി. പിന്നെ വഴക്ക് പറയുന്നു, അതും പാവം എൻ്റെ അമ്മ. ഇനി പറഞ്ഞാൽ തന്നെ ഏട്ടന്റെ കുഞ്ഞിക്ക് ഇത്രയും ധൈര്യമുള്ളൂ. അവളെ തൊടുത്ത കവളിൽ ചുണ്ടാഴത്തിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് അവൻ തിരക്കി. 5 ഉണരാൻ വൈകിയാൽ ആന്റി വഴക്ക് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നിവി മെല്ലെ വാതിൽ തുറക്കാൻ നേരം പറഞ്ഞു. എൻ്റെ നിവി കുഞ്ഞുവാ, അമ്മ ഒന്നും പറയില്ല, ഞാനില്ലേ കൂടെ. അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് അവൾക്കൊപ്പം ആ കൈയും കോർത്ത് പിടിച്ച് മുറയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി. അബിയും പമ്മി പതിങ്ങാണ് നിവി അടുക്കളയിലേക്ക് ഇറങ്ങി വന്നത്. നടക്കുമ്പോൾ ചെറുതായി കാലും വയറും ഒക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു അവൾക്ക്. 5 കിടന്ന കസാരയിൽ നിന്ന് ഉച്ചക്കത്തേക്ക് തോരനുണ്ടാക്കാനുള്ള വള്ളിപ്പയർ അരിയുന്നുണ്ട്. ആന്റി തന്നെ കണ്ണൊട്ട് നോക്കുന്നവളെ മൈൻഡ് ചെയ്യാതെ നിവി മെല്ലെ വിളിച്ചു. നിവി മോള് വന്നോ? ഉറങ്ങിപ്പോയ കുഞ്ഞെ, ആ ഫ്ലാസ്കിൽ ചായ ഉണ്ട്, ഒഴിച്ചെടുത്തോളോ. അബി എഴുന്നേറ്റെങ്കിൽ അവനോട് കൊടുത്തേക്ക് കേട്ടോ. പതുങ്ങി പിന്നിൽ വന്ന് നിന്നവളോട് കടലക്കരയ്ക്ക് താളിപ്പിന്നിടയിൽ പറഞ്ഞു രാധിക. ഞാൻ ഉറങ്ങിപ്പോയി ആന്റി. പിന്നിൽ നിന്നും അവരെ പുണർന്ന് തോളിൽ മുഖം ചേർത്തുകൊണ്ട് കുഞ്ഞൊരു സങ്കടത്തോടെ നിവി പറഞ്ഞു. അയ്യേ, അതിനിപ്പോ എന്താ, മോള് ചായ എടുത്ത് കുടിക്കുക. അവളെ പിടിച്ച് അടുത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ചെറു ചീരിയോടെ രാധിക പറഞ്ഞു. നേരത്തൊന്ന് മൂളിക്കൊണ്ട് തന്നെ ചീരിയോടെ അടുക്കള വാതിൽക്ക് നിൽക്കുന്ന അബിയെ മുഖം തിരിച്ചൊന്ന് നോക്കി അവൾ. ചായ തരട്ടെ ജിത്തുവേട്ടന്? അവളെ കണ്ടിമ മായ്ക്കാതെ നോക്കി നിൽക്കുന്നവരോട് ആ നോട്ടം കാണി പതർച്ചയോടെ നിവി തിരക്കി. പിന്നെ ചായ വേണം, എടുത്തു പറഞ്ഞിട്ടവൻ തിരിഞ്ഞ ഹാളിലേക്ക് പോയി. നിവി ആവട്ടെ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് 2 ഗ്ലാസ്സിലേക്ക് ചായ പകർത്തിയെടുത്തു. എന്റെ അഞ്ചു, നീ ഇങ്ങനെ ഞങ്ങളെ മിഴിച്ചു നോക്കാതെ ആ പയർ എറിഞ്ഞെടുക്കാൻ നോക്ക്. നിവിയെ രാധികയെ മാറി മാറി നോക്കുന്ന അഞ്ജുവിനോട് അവൾ പറഞ്ഞു. അല്ലമ്മേ, ഞാനാണ് ഇത്തിരി താമസിച്ചെഴുന്നേറ്റല്ല അമ്മ എന്നെ എന്തൊക്കെ വഴക്ക് പറയും, വേണമെങ്കിൽ അടിക്കുകയും ചെയ്യും. ഇതിപ്പോ മരുമോള് താമസിച്ചുണ്ടായിരുന്നിട്ടും ഒന്നും പറയത്തെ എന്താ? കയ്യിലിരുന്ന കത്തി താടിയിൽ തട്ടിക്കൊണ്ട് അബിക്കുള്ള ചായയും എടുത്ത് മെല്ലെ നടന്ന ഹാളിലേക്ക് പോയി നിവിയെ നോക്കി ആലോചനയോട് അഞ്ചു തിരക്കി. എടി, നിനക്കിപ്പോ എന്തൊക്കെ അറിയണം? മര്യാദയ്ക്ക് അരിഞ്ഞു വെച്ചിട്ട് എഴുന്നേറ്റ് പൊയ്ക്കോ. കൈ ഓങ്ങി അവൾക്ക് അടുത്തേക്ക് വന്നിട്ട് രാധിക പറഞ്ഞു. ഓ, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നോടാണ് അമ്മായിമ്മ പോര്. കണ്ണ് കുറിപ്പിച്ച് അവരെ നോക്കിക്കൊണ്ട് അഞ്ചു പറഞ്ഞു. അപ്പോഴും അവളുടെ കണ്ണുകൾ അബിക്ക് ചായ കൊടുത്തിട്ട് പതിയെ പതിയെ നടന്നു വരുന്ന നിവിയിലായിരുന്നു. ഈ പെണ്ണിന്ന് വലതും വാങ്ങിക്കൊണ്ടേ പോകും. നീ അത് അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഈ പുട്ടും കറിയും ഒക്കെ എടുത്ത് ടേബിളിൽ കൊണ്ടുപോയി വെക്കാഞ്ചു. അവളെ വർത്തമാനം കേട്ട് ചിരി വന്നെങ്കിലും റൈസ് കുക്കറിൽ നിന്ന് ചോറ് അടുപ്പിലേക്ക് മാറ്റിക്കൊണ്ട് രാധിക പറഞ്ഞു. നിനക്ക് എന്ത് പറ്റി നിവി? നിനക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോടി? കാല് വയ്യേ? പയറും പാത്രവും സ്ലാബിന്റെ പുറത്തു വെച്ചിട്ട് കസാരിന്ന് എഴുന്നേറ്റ് നിവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരക്കി അഞ്ചു. എന്താ മോളെ, എന്താ? അഞ്ജുവിന്റെ ചോദ്യം കേട്ട് നിവിക്ക് ഒപ്പം തന്നെ രാധികയും ഞെട്ടി. അഞ്ചു നിവിയെ പിടിച്ച് നിർത്തി കവളിലും മുഖത്തും തലോടിക്കൊണ്ട് കാലിലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. നിവിയുടെ വിളറിപ്പോയ മുഖത്തെ പരിങ്ങലും ചുവന്ന് തൊടുത്തിരിക്കുന്ന ചുണ്ടുമൊക്കെ കാണി കാര്യം മനസ്സിലായി രാധിക അവളെ ചേർത്ത് പിടിച്ചു. നിവി മോളെ, ഇങ്ങോട്ടിരിക്കും, ആന്റി ചായ എടുത്തു തരാം കേട്ടോ. വാത്സല്യമോ സ്നേഹമോ ഒക്കെ കൂടി കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവർ നിവിയെ അഞ്ചിരുന്ന കസാരിലേക്ക് പിടിച്ചിരുത്തി. അച്ചോടാ, അമ്മായിയമ്മയ്ക്ക് മരുമോളോട് എന്താ സ്നേഹം? നിവി ഒഴിച്ചു വെച്ച ചായ മറ്റൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് ചൂട് ആർച്ച് നിവിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവളെ തലയിൽ തലോടുന്നവരെ നോക്കി താടിയിൽ കൈ വെച്ചുകൊണ്ട് അഞ്ചു പറഞ്ഞു. ഈ പെണ്ണിത് ഇവിടുന്ന് താളം തൊള്ളാതെ പോയിക്കോ, പോയി തുണി കഴുകിടാൻ നോക്ക്. നേരത്തെ ചിരിയോടെ അഞ്ചുവിനെ നോക്കി കണ്ണൊട്ടി പറഞ്ഞു രാധിക. ഓ, നമ്മള് പോണേ, ഇനി ആ പയറരിയാണ്ടല്ലോ എന്നൊരു സന്തോഷത്തോടെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടി അഞ്ചും. കഴിക്കാൻ ഇങ്ങോട്ട് എടുത്ത് തട്ടെ ആന്റി, കഴിച്ചിട്ട് കുറച്ചു നേരം പോയി കിടന്നു. നിവിയുടെ മുഖം പിടിച്ചുയർത്തി നെറ്റിയിൽ അരുമയുടെ മുത്തിക്കൊണ്ടവർ പറയേ നിവി അവരെ കണ്ണുകൾ വിളർത്തി നോക്കിയിരുന്നു.